അപ്പോൾ നമ്മൾ നേരത്തെ ഓടിച്ച സ്ക്രാംബ്ലറിനേക്കാളും ഈ ഒരു വണ്ടി കുറച്ചുകൂടി ഹെവിയാണ്. ഇപ്പോൾ ഈ ഒരു കുണ്ടും കുഴിയിലൊക്കെ നമുക്കൊന്ന് എണിച്ച് നിന്നിട്ടൊക്കെ ശരിക്കും ഓടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എണിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ എഞ്ചിനോട്ട് അത്യാവശ്യം നല്ല രസമുണ്ട്. ഇപ്പോൾ ടിൻ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഒരിത്തിരി സുഖമുണ്ട് കേൾക്കാനായിട്ട്. ഇൻലൈൻ ടിൻ്റെ ആ ഒരു കേൾവി ശ്രവണ സുന്ദരമാണെന്ന് പറയാം. ഇനി എനിക്ക് ഓടിക്കണമെന്ന ആഗ്രഹമുള്ള വണ്ടി എന്ന് പറയുന്നത് ആ ഒരു എക്സ്കേപ്പാണ്. അത് മോട്ടോ മോറിനിയുടെ ആ ഒരു 650cc അഡ്വഞ്ചർ ബൈക്കാണ്. ആ ഒരു ബൈക്കിൻ്റെ പ്രത്യേകതയിലേക്ക് ഒന്ന് പോവാം. അതായത് അതിത്തിരി പൊടി പിടിച്ച് കിടക്കേണ്ട, കാരണം വണ്ടി അത്യാവശ്യം ഓടി വന്നതാണ്, നമ്മളും ഓടിക്കാൻ പോകുന്നുണ്ട്. മോട്ടോ മോറിനിയുടെ ആ ഒരു വലിയ വണ്ടിയാണ് ഈ ഒരു എസ്കേപ്പ്. 649 എന്നുള്ളത് ആ ഒരു 650cc സൂചിപ്പിക്കുന്നു. ആ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ആ വണ്ടിയുടെ ഗാംഭീര്യം അതൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. കൂടാതെ അഡ്വഞ്ചർ ബൈക്കിനും SUVക്കും എപ്പോഴും ചേലെന്ന് പറയുന്നത് ചെളിയാണ്. ആ ഒരു ചെളി വണ്ടിക്കകത്ത് കാണാനുള്ളതാണ്, വണ്ടിക്ക് മുകളിലും കാണാനുള്ളതാണ്. അപ്പോൾ ആ ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ എല്ലാ രൂപഭാവങ്ങളും ഈ ഒരു വണ്ടിക്കുണ്ട്. ഇപ്പോൾ വലിയ ബ്രംബോയുടെ ബ്രേക്സ് കാണാം, 2 ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ, 2 ഡിസ്ക്കാണ്, ഡ്യുവൽ ഡിസ്ക്കാണ്. കൂടാതെ പയറിലിട്ട ടയറിലാണ് ഈ വണ്ടി ഓടുന്നത്. 110 സൈസ് ഫ്രണ്ട് വീലും, കൂടാതെ ആ ഒരു പിന്നിലെ വീലെന്ന് പറയുന്നത് 150 സൈസുമാണ്. അപ്പോൾ വലിയ ഒരു ഫെയറിംഗ് ഉണ്ട്. ആ ഒരു ഫെയറിംഗ് നമ്മൾ എനിക്ക് തോന്നുന്നു ആഫ്രിക്ക ടിന്നിനെ ഒരു ചെറിയ ഒരു ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വണ്ടി. കൂടാതെ LED ലൈറ്റ്സ് കാണാം, വലിയ വൈസറാണ്. ആ ഒരു വൈസറിൻ്റെ സ്വഭാവം കേട്ടോ. കൂടാതെ ഈ ഒരു മുൻഭാഗം തന്നെ തീർത്തും അടിപൊളിയാണെന്നുള്ളതാണ്. ഞാൻ ചിലപ്പോഴെങ്കിലും അടിപൊളി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. കൂടാതെ ഈ ഒരു വണ്ടിക്ക് വാട്ടർ കൂളിംഗ് ഉണ്ട്. വാട്ടർ കൂളാണ് വണ്ടി എന്ന് പറയുന്നത്. കൂടാതെ ഇതിൻ്റെ ആ ഒരു വലിയ ഹാൻഡിൽ ബാർ കേട്ടോ. ഒരു അഡ്വഞ്ചർ ബൈക്കിന് എപ്പോഴും ക്ലിപ്പോണിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഒരു ഒറ്റ ബാർ ഹാൻഡിൽ ബാർ ആണല്ലോ. ഫ്യൂൽ ടാങ്കിൻ്റെ ഡിസൈനും സീറ്റ് ഡിസൈനും കാണാം, അത്യാവശ്യം സോഫ്റ്റായ സീറ്റാണ്. കൂടാതെ പാനൽ ബോക്സ് പോലുള്ള കാര്യങ്ങൾ വയ്ക്കാനുള്ള ഒരു സംവിധാനം കൂടി വണ്ടിക്കകത്തുണ്ട്. അതായത് ഈ ഒരു അലുമിനിയം ആ ഒരു കരിയർ കാണാം, കരിയർ ഹോൾഡർ കാണാം. അപ്പോൾ അഡ്വഞ്ചറിങ് എന്നുള്ള ആ ഒരു ലെറ്ററിങ് ഇതിനകത്തുണ്ട്. അപ്പോൾ എക്സ്കേപ്പ് അഡ്വഞ്ചറിങ് ആണ്, എക്സ്കേപ്പ് 649. അപ്പോൾ എക്സ്കേപ്പ് അഡ്വഞ്ചറിങ്ങളാണ്, എക്സ്കേപ്പ് 649 അഡ്വഞ്ചറിങ്. ഇനി ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു മുന്നിലായിട്ട് കീ ഉണ്ട്. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വലിയ സ്ക്രീൻ, തീർത്തും വലിയ സ്ക്രീനാണ്, ആ ഒരു സ്ക്രീൻ ഓണായി വരും. അതിന് മുന്നേ ഈ ഒരു വിൻഡ് സ്ക്രീൻ നമുക്ക് മുകളിലേക്കും താഴേക്ക് ആക്കാൻ പറ്റും. കൂടാതെ ഞാൻ ഒന്നുകൂടി കീ ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം. അതായത് ആ ഒരു സ്ക്രീൻ ഓണായി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. മോട്ടോ മോറിനിയുടെ ലോഗോയും കൂടാതെ ആ ഒരു ബൈക്കിൻ്റെ പടവും എസ്കേപ്പ് എന്നുള്ള ആ ഒരു ലെറ്ററിങ്ങും എല്ലാം തന്നെ കാണാം. അപ്പോൾ ആ ഒരു മീറ്റർ കണ്ടോ, ശരിക്കും അഡ്വഞ്ചർ തന്നെയല്ലേ ഇത് നമ്മൾ കണ്ട ഷെമേസോല പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ തന്നെ കാണാം. കൂടാതെ ഞാൻ ആ സെറ്റിങ്സിലേക്ക് ഒന്ന് പോവാണ്. ഓഫ് റോഡ്, ആ ഒരു റൈഡ് എന്നീ മോഡുകളുണ്ട്. ഞാൻ റൈഡ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ ഒന്നുകൂടി ആ ഒരു മെനു ആക്കിയിട്ട് ഒന്ന് ബാക്ക് പോയിട്ട് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ട്രിപ്പ് മീറ്റർ കാണാം. കൂടാതെ കോൾ, ടെലിഫോണിക് കൺട്രോൾസ് ഉണ്ട്, മ്യൂസിക്, സെറ്റിങ്സിനകത്ത് നമുക്ക് ബൈക്ക് ഇൻഫോ, കണക്റ്റ്, ഡിസ്പ്ലേ, സിസ്റ്റം, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചു. അപ്പോൾ ബൈക്ക് ഇൻഫോയ്ക്കകത്ത് നമുക്ക് എന്തൊക്കെ കാണുന്നത് നോക്കാം. ബൈക്ക് ഇൻഫോയ്ക്കകത്ത് ആ ഒരു ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. TPMS പോലുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. USB പോർട്ടുകൾ കണ്ടോ. അപ്പോൾ അത്യാവശ്യം യൂട്ടിലിറ്റിയാണ് വണ്ടി എന്നുള്ളത്. GoPro ഒക്കെ ചാർജ് ചെയ്യാം. കൂടാതെ ഇവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. കൂടാതെ ഈ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് കാണാം, ഈ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ടല്ലേ. ഇനി എസ്കേപ്പുള്ള ആ ഒരു ലെറ്ററിങ്ങയുടെ ഹാൻഡിൽ മോളുണ്ട്. ഇവിടെ ആയിട്ട് ആ ഒരു മീറ്റർ കൺസൾട്ട് ചെയ്യുന്ന സ്വിച്ചുകൾ കാണാം. മോണോ ഷോക്കുള്ള ആ ഒരു അത്യാവശ്യം നല്ല ട്രാവലുള്ള ഒരു മോണോ ഷോക്കാണ്. ആ ഒരു ടയറിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, ചളി തീർത്തിട്ട്. അപ്പോൾ ഈ ഒരു ഗാർഡിൻ്റെ രൂപം കൊണ്ട് കാണിക്കാം കേട്ടോ. അത്യാവശ്യം ഹീറ്റുണ്ട് കേട്ടോ വണ്ടി, 2 വണ്ടികൾ ഹീറ്റുണ്ട്. കൂടാതെ വലിയ ഫോർക്കാണ്. ഈ ഫോർക്ക് എന്ന് പറയുന്നത് അപ്സൈഡ് ഡൗൺ തന്നെയാണ്. എക്സ്കേപ്പ് 649 ഒരു 650cc ഇൻലൈൻ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. 60 HP പവറും 54 Nm ടോർക്കാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓടിച്ച ആ ഒരു സ്ക്രാംബ്ലറും ആ ഒരു ഇൻലൈൻ ട്വിൻ സിലിണ്ടർ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഓടിക്കാമെന്ന് പറയുമ്പോൾ ഈ ഒരു നമ്മുടെ ട്രാക്കിലൊന്ന് ഓടിക്കാം. ട്രാക്കിൽ ഓടിക്കാമെന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ലൈഡിങ് എല്ലാം ഉണ്ട് ബാക്ക്, നല്ല രസമുണ്ട്. വീടായിരുന്നു മതി, വീഴൊന്നുമില്ല, അഡ്വഞ്ചറാണല്ലോ. ഇവിടെ നമ്മൾ ആ ഒരു ടാറ്റയുടെ ഇൻട്രീം ആദ്യം ഓടിച്ചിട്ടുള്ള ആ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ബ്രേക്കും ടച്ച് ചെയ്യാം, കുഴപ്പമില്ല. ബ്രേക്ക് കുഴപ്പമില്ല പറയുമ്പോഴേ ശരിക്കും അഡ്വഞ്ചർ അല്ലേ. നമ്മളിവിടെ എന്താണ് അവസ്ഥ അറിയണ്ടേ. ശരിക്കും ഒരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട് ഇവിടെ. അതായത് ഒരു വലിയ വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ പറ്റിയ ട്രാക്കും കൂടാതെ കുറച്ച് കല്ലും മുട്ടിയൊക്കെ ഉണ്ട്. ഇനി ഓഫ് റോഡ് ട്രാക്കിലാണ് കളി കുറച്ച് നേരം. വേറൊന്നല്ല, ഇതെങ്ങനെയുണ്ട് ഓഫ് റോഡ് ട്രാക്കിൽ നിന്ന് ഓടിക്കാൻ എന്നുള്ളത് കൂടി അറിയാൻ വേണ്ടിയാണേ. ഒന്ന് സ്ലൈഡായി. ഈ കല്ലുമുട്ടി കണ്ടോ, ഈ കല്ലുമുട്ടി നമ്മൾ ടാറ്റയുടെ വണ്ടി ഓടിച്ച കല്ലുമുട്ടിയാണ്. ഞാൻ ഓടിച്ചോട്ടെ, നോ ഇഷ്യൂസ് വാട്ട്സ് എവർ. വെള്ളത്തിലാക്കണില്ല, ഏതായാലും വെള്ളത്തിനൊക്കെ ശരിയാവില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവിടെ ആരും വന്ന് നോക്കാൻ ഇല്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട്
റിസ്ക് എടുക്കാൻ തയ്യാറില്ല ഞാൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഓടിച്ച സ്ക്രാംബ്ലറിനേക്കാളും ഈ ഒരു വണ്ടി കുറച്ചുകൂടി ഹെവിയാണ്. ഇപ്പോൾ പവർ കൂടുതലാണ്, 60 HP ഉണ്ട്, അത് 55 HP ആയിരുന്നു. പക്ഷേ 60 HP പവർ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു വണ്ടിക്ക് ആ ഒരു ഹെവിനെസ് ഉള്ളതുകൊണ്ട് അത്രയും നിമ്പിളായിട്ട് തോന്നില്ല, അത്രയും അജയിലായിട്ട് തോന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇരിക്കാനായിട്ട് ഒത്തിരി കൂടി സുഖമുണ്ട്. സീറ്റ് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു കുണ്ടുകൂടിലൊക്കെ നമുക്കൊന്ന് എണിച്ച് നിന്നിട്ടൊക്കെ ശരിക്കും ഓടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എണിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഒന്നിങ്ങനെ ഓഫ് റോഡ് കൈ കൊടുത്തോട്ടെ. മോഷൻ ഇവിടെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അങ്ങ് പോകുന്നത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ ഇനീഷ്യൽ ഇമ്പ്രഷനാണ്. കുറച്ച് ഓടിയാൽ എന്താണ് ഇവരുടെ അവസ്ഥ ആണെന്നും കുറച്ച് അധിക ദൂരം ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീലൊക്കെ ഞാൻ പിന്നീട് ഓടിച്ചിട്ട് പറയാം. അപ്പോൾ എൻജിൻ നോട്ട് അത്യാവശ്യം നല്ല രസമുണ്ട്. ഇപ്പോൾ ടിൻ സിൽഡർ ആയതുകൊണ്ട് തന്നെ ഒരിത്തിരി സുഖമുണ്ട് കേൾക്കാനായിട്ട്. ഇൻലൈൻ ടിൻ്റെ ആ ഒരു കേൾവി ശ്രവണ സുന്ദരമാണെന്ന് പറയാം. ഞാനൊന്ന് കൈ കൊടുക്കുകയാണ്. അതായത് മോശനോട് കൈ കൊടുക്കാൻ വല്ല പേടിയൊന്നും തോന്നില്ല. ഇതിന് ആ ഒരു മുന്നിൽ ആ ഒരു ട്വിൻ ഡിസ്ക് ഉണ്ട്. അപ്പോൾ പിടിച്ചെടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൈ കൊടുത്താൽ കയറി പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. പല കളറുകളുണ്ട്. ഇപ്പോൾ റെഡ് അവിടെ കാണാം, അതാ വൈറ്റ്. വെറുതെ ഇങ്ങനെ കൈത്തരിപ്പ് തീർത്ത് കൈ കൊടുത്ത് ഓടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയർ തന്നെയാണ് ഞാൻ ഓടിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 54 Nm ടോർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം പര്യാപ്തമാണ് പറന്ന് കയറി പോകാൻ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വണ്ടി ഓടിക്കാൻ സുഖമെന്ന് പറയുന്നത് മറ്റേ വണ്ടിയാണ്, അതായത് സ്ക്രാംബ്ലറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സുഖമില്ലെന്നല്ല, പക്ഷേ കുറച്ചും കൂടി നിമ്പിളും കുറച്ചും കൂടി അജയിലായിട്ടുള്ള വണ്ടി എന്ന നിലയ്ക്ക് അത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫൺ ഫാക്ടർ വേറെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ടറുടെ കൂടെ കോൺവോയി പോയപ്പോൾ പല വണ്ടികളും പാഞ്ഞു കയറി പോയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, എന്താണ് ബാക്കിയുള്ളവർ നമ്മളെ ചേസ് ചെയ്ത് വരാത്തതുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് സ്ക്രാംബ്ലറാണ് കുറച്ചുകൂടി ഫാസ്റ്റ്. ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ 105 മുട്ടി നിങ്ങൾ കണ്ടാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു മികവെന്ന് പറയുന്നത്. അതായത് തീർത്തും ഫാസ്റ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്നിങ്ങനെ കൈ കൊടുത്ത് നോക്കട്ടോ. കൈ കൊടുത്ത് നോക്കാൻ പറയുമ്പോൾ അവിടെ ഒരു ഹമ്പുണ്ട്. ഹമ്പിന് മുമ്പേ ഒരിത്തിരി ഒരു സ്ട്രെച്ച് കിട്ടും. അപ്പോൾ ഒന്ന് കൈ കൊടുത്ത് നോക്കാം. സെക്കൻഡ് തന്നെയാണ്, കൈ കൊടുക്കുകയാണ്. ഏകദേശം 110 km സ്പീഡ് സെക്കൻഡ് ഗിയറിൽ കയറിപ്പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫാസ്റ്റാണ് വണ്ടി എന്നുള്ളത് മനസ്സിലാക്കി കാണും. പിന്നെ ഗിയർ ഷിഫ്റ്റ് അത്യാവശ്യം നോച്ചനെസ് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി സുഖമായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ സ്ക്രാംബ്ലറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഈ ഒരു പെഡലൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല എഞ്ചിൻ്റെ ഹീറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ പാൻ്റ് എന്ന് പറയുന്നത് റൈഡിങ് പാൻ്റ് അല്ലാത്തതുകൊണ്ട് എൻ്റെ കാല് ശരിക്കും പൊള്ളുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ക്രൂസ് ചെയ്ത് 5ാമത്തെ ഗിയറിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ കാണുക നമ്മൾ പോകുന്നത് ഏകദേശം 100-120 km സ്പീഡിലാണെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റാണ് ഈ 650cc എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾവേസ് നമുക്കിങ്ങനെ അത്യാവശ്യം ഒരു നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്ത് പോകാം. ഞാൻ ഒന്നുകൂടി കൈ കൊടുക്കുകയാണ്. സെക്കൻഡ് ശരിക്കും പറന്ന് കയറി പോകുന്ന ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടി കാണും. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. 2 വണ്ടി ഓടിച്ചത് കിട്ടിയൊരു ഫീലിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് കൊള്ളാം എന്ന് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ. ഇന്ത്യയിലേക്ക് 2 കമ്പനികൾ പുതുതായിട്ട് വന്നു. അവരവരുടെ പ്രൊഡക്റ്റ് നമ്മളെ കാണിക്കാനായിട്ട് വിളിച്ചു. നമ്മൾ കണ്ടു, ഇനീഷ്യൽ ഇംപ്രഷൻ നിലയ്ക്ക് ഓടിച്ചു. അപ്പോൾ ആ ഓടിച്ചപ്പോൾ കിട്ടിയ ഫീലിംഗ് എന്ന് പറയുന്നത് ഓക്കെ നല്ലതാണ്, കൊള്ളാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചൈനീസ് കമ്പനി ആയിട്ടുള്ള
ഈ 2 കമ്പനികളും ചൈനീസാണ്. ഇപ്പോൾ ആ ഒരു ഇറ്റാലിയൻ അണ്ടർപിന്നിങ് ഉണ്ടെങ്കിൽ കൂടി. അപ്പോൾ ഈ വണ്ടികളുടെ പ്രൈസിങ് എനിക്ക് തോന്നുന്നു റീസണബിൾ ആയി കഴിഞ്ഞാൽ ഇത് ശരിക്കും അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള വണ്ടികളാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടെന്ന് കരുതുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മൾ അറിയാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.